എന്നും നമുക്ക് ആവശ്യം വരുന്ന അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹേ ദിയർ, ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി. ആദ്യത്തെ വാക്ക് നോക്കാം. സ്റ്റംബിൾ. സ്റ്റംബിൾ, കാലിടറുക. അതായത് എന്തിലെങ്കിലും പെട്ടെന്ന് തട്ടി താഴെ വീഴാൻ പോകുന്നതിനെയാണ് സ്റ്റംബിൾ എന്ന് പറയുന്നത്. അയാൾ തറയിൽ കിടന്ന കളിപ്പാട്ടത്തിൽ തട്ടി താഴെ വീഴാൻ പോയി. He stumbled over the toy on the floor. He stumbled over the toy on the floor. സൂക്ഷിക്കുക, പടികളിൽ കാലിടറി വീഴരുത്. Be careful, don't stumble on the stairs. Be careful, don't stumble on the stairs. അടുത്ത വാക്കാണ് chew. ചവയ്ക്കുക. അവൾ ഭക്ഷണം പതുക്കെ ചവച്ചു. She chewed her food slowly. She chewed her food slowly. അടുത്ത വാക്കാണ് ഹഷ്. അതായത് മിണ്ടാതിരിക്കുക എന്ന അർത്ഥത്തിൽ നമ്മളിങ്ങനെ ചുണ്ടുകളിൽ വിരൽ വെച്ച് ഷ് എന്ന് പറയാറുണ്ട്. ആ ആക്ടിന് പറയുന്നതാണ് ഹഷ്. സിനിമയ്ക്കിടെ അവൾ കുട്ടികളെ നിശബ്ദരാക്കി. She hushed the kids during the movie. She hushed the kids during the movie. അടുത്ത വാക്കാണ് വൈൻ. നമുക്ക് ദേഷ്യം തോന്നുന്ന രീതിയിൽ, അതായത് വളരെ ഇറിറ്റേറ്റിംഗ് ആയി കൊച്ചുകുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് കംപ്ലൈൻറ്റ് ചെയ്ത് കരയാറുണ്ട്. അതിനെയാണ് വൈനിങ് എന്ന് പറയുന്നത്. ഐസ്ക്രീം കിട്ടാത്തതിൽ കുട്ടി പരാതിപ്പെട്ടു. She whined about not getting ice cream. She whined about not getting ice cream. പരാതി പറയുന്നത് നിർത്തി നിന്റെ ഗൃഹപാഠം ചെയ്യൂ. Stop whining, just do your homework. Stop whining, just do your homework. അടുത്ത വാക്കാണ് ചാറ്റർ. അതായത് കലപില എന്ന് സംസാരിക്കുന്നതിനെയാണ് ചാറ്ററിങ് എന്ന് പറയുന്നത്. നിർത്താതെ വളരെ സ്പീഡിൽ കാര്യങ്ങളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് ചാറ്ററിങ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായും കൊച്ചുകുട്ടികളാണ് ചെയ്യാറുള്ളത്. നീ എന്തിനാണ് ഇത്രയധികം സംസാരിക്കുന്നത്? ശാന്തമാകൂ. Why are you chattering so much? Calm down. Why are you chattering so much? Calm down. അടുത്ത വാക്ക് പോക്ക്. കുത്തുക. എന്നെ കുത്തുന്നത് നിർത്തൂ, നിനക്ക് എന്താണ് വേണ്ടത്? Stop poking me. What do you want? Stop poking me. What do you want? അടുത്ത വാക്കാണ് സ്ക്രാച്ച്. ചൊറിയുക. ആ ചോദ്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അയാൾ തൻ്റെ തല ചൊറിഞ്ഞു. He scratched his head thinking about the question. He scratched his head thinking about the question. നീ എന്തിനാണ് കൈ ചൊറിയുന്നത്? Why are you scratching your arm? Why are you scratching your arm? അടുത്തത് ടഗ്. വലിക്കുക. അതായത് ഈ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സിൽ പിടിച്ചിങ്ങനെ വലിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അത്ര ഉയരമില്ലല്ലോ അവർക്ക്. അപ്പം അവരെന്താണ് ചെയ്യുക? ഉടുപ്പയിലൊക്കെ പിടിച്ചിങ്ങനെ വലിക്കും. അതിനാണ് പറയുന്നത് ടഗ്. ആ കൊച്ചു പെൺകുട്ടി അവളുടെ അമ്മയുടെ ഡ്രസ്സിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. The little girl tugged at her mom's sleeve. The little girl tugged at her mom's sleeve. എൻ്റെ ഷർട്ടിൽ വലിക്കുന്നത് നിർത്തൂ, എന്ത് വേണം? Stop tugging on my shirt. What do you want?
സ്റ്റോപ്പ് ടഗിങ് ഓൺ മൈ ഷർട്ട്. വാട്ട് യു വാണ്ട്? അടുത്ത വാക്കാണ് സ്ലിർപ്പ്. അതായത് ശബ്ദമുണ്ടാക്കി കുടിക്കുന്നതിനെയാണ് സ്ലിർപ്പ് എന്ന് പറയുന്നത്. അതായത് ചായയോ സൂപ്പോ ഒക്കെ കഴിക്കുമ്പോൾ ചിലരിങ്ങനെ ഒച്ച ഉണ്ടാക്കി കഴിക്കാറുണ്ട്, ഇങ്ങനെ. ഇതിനെയാണ് സ്ലിർപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ശബ്ദമുണ്ടാക്കി സൂപ്പ് കുടിക്കുന്നത് നിർത്തൂ, അത് അരോചകമാണ്. സ്റ്റോപ്പ് സ്ലിർപ്പിംഗ് യുവർ സൂപ്പ്, ഇറ്റ്സ് അനോയിങ്. സ്റ്റോപ്പ് സ്ലിർപ്പിംഗ് യുവർ സൂപ്പ്, ഇറ്റ്സ് അനോയിങ്. അടുത്ത വാക്കാണ് ഡോസ്. വളരെ ക്ഷീണമുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ മൂവീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകാറുണ്ട്, ഉറക്കം തൂങ്ങാറുണ്ട്. ആ ഒരു മയക്കത്തിന് പറയുന്നതാണ് ഡോസ്. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മയങ്ങിപ്പോയി. ഹി ഡോസ്ഡ് ഓഫ് വൈൽ വാച്ചിങ് ടി വി. ഹി ഡോസ്ഡ് ഓഫ് വൈൽ വാച്ചിങ് ടി വി. എനിക്ക് നല്ല ക്ഷീണമായിരുന്നു, ഞാൻ കുറച്ചു നേരത്തേക്ക് മയങ്ങിപ്പോയി. ഐ വാസ് സോ ടയേർഡ്, ഐ ഡോസ്ഡ് ഓഫ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഐ വാസ് സോ ടയേർഡ്, ഐ ഡോസ്ഡ് ഓഫ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അടുത്ത വാക്ക് നോക്കാം, പഫ്. അതായത് വായിൽ ഇങ്ങനെ കാറ്റ് നിറച്ചിട്ട് ഊതുന്നതിനെയാണ് പഫിങ് എന്ന് പറയുന്നത്. ചായയൊക്കെ കുടിക്കുമ്പോൾ നമ്മളത് തണുക്കാൻ വേണ്ടി ഇങ്ങനെ ഊതി ഊതി കുടിക്കാറുണ്ട്. ദറ്റ് ഈസ് പഫിങ്. ഇനി ചായ മാത്രമല്ല, ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരും പഫ് ചെയ്യാറുണ്ട്. അവർ സ്മോക്ക് പുറത്തേക്ക് ഇങ്ങനെ ഊതി വിടുന്നതിനെയും പഫിങ് എന്നാണ് പറയുന്നത്. ഊതുന്നത് നിർത്തി ചായ പെട്ടെന്ന് കുടിക്കൂ. സ്റ്റോപ്പ് പഫിങ് ആൻഡ് ജസ്റ്റ് ഡ്രിങ്ക് ഇറ്റ്. സ്റ്റോപ്പ് പഫിങ് ആൻഡ് ജസ്റ്റ് ഡ്രിങ്ക് ഇറ്റ്. അടുത്ത വാക്കാണ് നഡ്ജ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ എന്തൊരു സൂചന നൽകാനോ നമ്മളിങ്ങനെ നമ്മുടെ കൈമുട്ടുകൊണ്ട് ഇങ്ങനെ തട്ടാറുണ്ട്. അതിനെയാണ് നഡ്ജ് എന്ന് പറയുന്നത്. ആ രസകരമായ മീൻ കാണാൻ അവൾ തൻ്റെ സുഹൃത്തിനെ തട്ടി വിളിച്ചു. ഷീ നഡ്ജ്ഡ് ഹർ ഫ്രണ്ട് ടു ലുക്ക് അറ്റ് ദ ഫണി മീൻ. ഷീ നഡ്ജ്ഡ് ഹർ ഫ്രണ്ട് ടു ലുക്ക് അറ്റ് ദ ഫണി മീൻ. എന്നെ തള്ളുന്നത് നിർത്തൂ, നിനക്ക് പറയാനുള്ളത് പറയൂ. സ്റ്റോപ്പ് നഡ്ജിങ് മീ, ജസ്റ്റ് സേ വാട്ട് യു വാണ്ട്. സ്റ്റോപ്പ് നഡ്ജിങ് മീ, ജസ്റ്റ് സേ വാട്ട് യു വാണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.